നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ പെയ്യുന്ന മഴ ഭയക്കേണ്ടത് തന്നെയാണ്. ജാഗ്രത പാലിക്കണമെന്ന് ആവർത്തിച്ചാവർത്തിച്ച് ഭരണകൂടം മുന്നറിയിപ്പ് നൽകുന്നത് വലിയ അപകടം പതിയിരിക്കുന്നത് കൊണ്ടാണ്. ഇനി പെയ്തിറങ്ങുന്നത് സാധാരണ മഴയല്ല. അത് കാലവർഷത്തിൽ പെയ്യേണ്ട മഴയോ അതിൻ്റെ രീതിയോ അല്ല. മഴ മുന്നറിയിപ്പിൽ ചില പാളിച്ചകൾ ഭരണകൂടത്തിനും ബന്ധപ്പെട്ട അധികൃതർക്കും സംഭവിച്ചിരുന്നല്ലോ. അതിൻ്റെ കാരണവും മഴയുടെ ഘടന പാടെ മാറിയതാണ്. മഴ എപ്പോൾ പെയ്യും, എങ്ങനെ ആയിരിക്കുമെന്ന് കൃത്യമായി പ്രവചിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം. കാലാവസ്ഥാ നിരീക്ഷകർ പോലും വല്ലാതെ ആശങ്കപ്പെടുന്നു. മിനിറ്റുകൾക്കുള്ളിൽ ഒരു നാടിനെ ആകെ വിഴുങ്ങുന്ന അതിഭീകരമായ പുതിയൊരു പ്രതിഭാസം നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിൽ പതിവായിരിക്കുകയാണ്. ഒരു വശത്ത് മഴ മാറി മറിയുമ്പോൾ പലയിടത്തും മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇതിനെല്ലാം പുറമെ കടലിൽ നിന്നും കള്ളക്കടൽ എന്ന വില്ലൻ പ്രതിഭാസത്തിന്റെ അടിയന്തര മുന്നറിയിപ്പുകളും വരുന്നു. എന്താണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വരും മണിക്കൂറുകളിൽ പ്രകൃതി കാത്തുവെച്ചിരിക്കുന്നത് എന്താണ്? മേഘവിസ്ഫോടനവും മിന്നൽ ചുഴലികളും കേരളത്തെ വിഴുങ്ങുകയാണ്. കാലവർഷം തുടങ്ങുന്നത് ജൂണിലാണ്. എന്നാൽ ആ രീതി മാറിയിരിക്കുന്നു. ജൂൺ ജൂലൈ മാസങ്ങളിൽ പെയ്യാതിരുന്ന മഴ ആർത്തലച്ച് പെയ്ത് ഓഗസ്റ്റ് 1 മുതൽ കേരളത്തെ വിറപ്പിച്ചു. സംസ്ഥാനത്തിനി ലഘു മേഘവിസ്ഫോടനങ്ങൾ അഥവാ മിനി ക്ലൗഡ് ബസ്റ്റ് പതിവാകുമെന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞരുടെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. കേരള സർവകലാശാലയിലെയും കുസാറ്റിലെയും പരിസ്ഥിതി ശാസ്ത്രജ്ഞരായ ഡോക്ടർ പി വിജയകുമാറും ഡോക്ടർ എസ് അഭിലാഷും നടത്തിയ പഠനങ്ങളിലാണ് നമ്മെ ഭയപ്പെടുത്തുന്ന പല വിവരങ്ങളും വ്യക്തമാക്കുന്നത്. പണ്ടൊക്കെ ദിവസങ്ങളോളം ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന മഴയായിരുന്നു പ്രളയം ഉണ്ടാക്കിയിരുന്നതെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി. വെറും 1-2 മണിക്കൂർ ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ പെയ്തിറങ്ങുന്ന അതിതീവ്രമായ മഴ വലിയ പ്രളയങ്ങൾക്കും നമ്മെ മുറിവേൽപ്പിച്ച മുണ്ടക്കൈ ചൂരൽമല ദുരന്തങ്ങൾക്കും കാരണമാകുന്നത്. വെറും 1 മണിക്കൂറിനുള്ളിൽ 100 മില്ലിമീറ്ററിലധികം മഴയാണ് ഈ പ്രദേശങ്ങളിൽ പെയ്തു തീർന്നത്. ഇതിന് പ്രധാന കാരണം നമ്മുടെ അറബിക്കടലിലെ മാറ്റങ്ങളാണ്. മൺസൂൺ കാലത്ത് കേരളത്തോട് ചേർന്നുള്ള അറബിക്കടലിലെ ഉപരിതല താപനില സാധാരണയേക്കാൾ 1 മുതൽ 2 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുകയാണ്. കടൽ ചൂടാകുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് വലിയ തോതിൽ ഈർപ്പമുള്ള മേഘങ്ങൾ ഉയരുകയും അവ പെട്ടെന്ന് പശ്ചിമഘട്ടം മലനിരകളിൽ തട്ടി അതിശക്തമായി പെയ്തിറങ്ങുകയും ചെയ്യുന്നു. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മുടെ മുന്നറിയിപ്പ് സംവിധാനങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. കാലാവസ്ഥാ വ്യതിയാനവും മഴക്കെടുതിയും തമ്മിൽ നേരിട്ട് ബന്ധവുമുണ്ട്. അതായത് നമ്മുടെ കാലാവസ്ഥ പാടെ മാറി മറിഞ്ഞിരിക്കുകയാണ്. മനുഷ്യന്റെ കൈകടത്തൽ കൊണ്ട് തന്നെയാണ് പ്രകൃതിക്ക് വലിയ ദുരന്തങ്ങൾ സംഭവിക്കുന്നത്. ആഗോള താപനം കാരണം അന്തരീക്ഷത്തിലെ താപനില ഉയരുമ്പോൾ അത് മേഘങ്ങളുടെ രൂപീകരണത്തെയും മഴയുടെ തീവ്രതയെയും ശക്തമായി സ്വാധീനിക്കുന്നുണ്ട്. മഴയുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വ്യക്തമായ സൂചനയുമാണ്. പരമ്പരാഗതമായി കേരളത്തിൽ ലഭിച്ചിരുന്ന ഇടവപ്പാതിയും തുലാവർഷവും ഇപ്പോൾ അതിൻ്റെ കൃത്യമായ രീതിയിൽ പ്രകൃതിയിൽ പ്രകടമാകുന്നില്ല. മാസങ്ങളായി പെയ്യേണ്ട മഴ ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് പെയ്തങ്ങ് തീരുകയാണ്. ഈ പ്രതിഭാസം താങ്ങാൻ ഭൂമിക്ക് കഴിയുന്നില്ല. അത്രമേൽ ദുർബലമായി ഭൂമി മാറിയിരിക്കുകയാണ്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ലഭിക്കുന്ന വേനൽ മഴ ശക്തമായ ഇടിമിന്നലോടും കാറ്റോടും കൂടിയ അക്രമകാരിയായും മാറുന്നു. മഴ പെയ്യുന്ന ആകെ ദിവസങ്ങളുടെ എണ്ണം കുറയുകയും പെയ്യുന്ന ദിവസങ്ങളിൽ മഴയുടെ ശക്തി ക്രമാതീതമായി കൂടുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പഠനം പുറത്തു വന്നിരിക്കുന്നത്, അതായത് കേരളത്തിൽ കാലവർഷത്തിൽ പെയ്യേണ്ട മഴ ഇതുവരെ പെയ്തിട്ടില്ല. പകരം മണിക്കൂറുകൾക്കുള്ളിൽ, അതായത് 1 മണിക്കൂറിൽ അതിശക്തമായ മഴ അങ്ങ് പെയ്തിറങ്ങുകയാണ്. അറബിക്കടലിലെ താപനില ഉയരുന്നത് മൂലം അടിക്കടി ന്യൂനമർദ്ദങ്ങളും ചുഴലിക്കാറ്റുകളും രൂപപ്പെടുകയും ഇത് തെറ്റായ സമയത്ത് കനത്ത മഴയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നുണ്ട്. ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങാൻ സമയം കിട്ടാത്തതിനാൽ ഭൂഗർഭ ജലനിരപ്പ് താഴുന്നു. പെട്ടെന്നുള്ള അതിശക്തമായ മഴ മലയോരങ്ങളിൽ ഉരുൾപൊട്ടലിനും സമതലങ്ങളിൽ ഫ്ലാഷ് ഫ്ലഡിനും കാരണമാകുന്നു. മഴയുടെ ഈ അസ്ഥിരത കർഷകരുടെ വിളവെടുപ്പ് പൂർണ്ണമായും തെറ്റിക്കുന്നു. ആഗോള താപനവും മനുഷ്യന്റെ ഇടപെടലുകളുമാണ് മഴയുടെ ഘടനയും സ്വഭാവവും മാറാൻ പ്രധാന കാരണങ്ങൾ. അന്തരീക്ഷത്തിലും സമുദ്രത്തിലും ഉണ്ടാകുന്ന ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾ പ്രകൃതിയുടെ സ്വാഭാവിക സന്തുലിതാവസ്ഥയെ താളം തെറ്റിച്ചു. ഹരിതഗൃഹ വാതകങ്ങൾ കൂടുന്നത് വഴി ഭൂമിയിലെ ചൂട് വർദ്ധിക്കുന്നു. ചൂടുള്ള അന്തരീക്ഷത്തിന് കൂടുതൽ ജലബാഷ്പം സംഭരിക്കാൻ ശേഷിയുണ്ട്. ഇത് പെട്ടെന്ന് അതിശക്തമായ മഴ പെയ്യാൻ കാരണമാകുന്നു.
അറബിക്കടലിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ഉപരിതല താപനില പ്രകടമായി ഉയരുന്നുണ്ട്. ഇത് കടലിൽ തുടർച്ചയായി ശക്തമായ ന്യൂനമർദ്ദങ്ങളും ചുഴലിക്കാറ്റുകളും ഉണ്ടാക്കുന്നു. ഇവ കേരള തീരത്തേക്ക് വലിയ തോതിൽ മേഘങ്ങളെ ആകർഷിക്കുന്നു. മഴമേഘങ്ങളെ തടഞ്ഞു നിർത്തി മഴ നൽകുന്നതിൽ പശ്ചിമഘട്ട മലനിരകൾക്ക് വലിയ പങ്കുണ്ട്. കുന്നിടിക്കലും വനനശീകരണവും കാരണം ഇവിടുത്തെ പ്രാദേശിക താപനില മാറുകയും മേഘരൂപീകരണത്തിന്റെ ഘടനയെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് പശ്ചിമഘട്ടം ദുർബലമാകുമ്പോൾ കേരളം പ്രതിസന്ധിയിലേക്ക് വീഴും എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. പക്ഷേ ഇപ്പോഴും ഭരണകൂടം തന്നെയാണല്ലോ അനധികൃതമായ എത്രയോ ഖനനത്തിനാണ് ഒത്താശ ചെയ്തു കൊടുക്കുന്നത്. കോർപ്പറേറ്റുകൾ ഈ ഭൂമിയെ തുരന്നെടുക്കുകയാണ്. അതിന് സർക്കാരും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരും കൂട്ടുനിന്ന് കൊടുക്കുകയാണ്. ഈ ഭൂമിയെ തന്നെ താറുമാറാക്കിയതിൽ ഭരണകൂടത്തിന് വലിയ പങ്കുണ്ട്. ചൂട് കൂടുമ്പോൾ കുത്തനെ ഉയരത്തിലേക്ക് വളരുന്ന ക്യൂമുലോനിംബസ് മേഘങ്ങൾ കൂടുന്നു. ഇവയാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇടിമിന്നലോട് കൂടിയ അതിതീവ്ര മഴയോ ലഘു മേഘവിസ്ഫോടനങ്ങളോ ഉണ്ടാക്കുന്നത്. കൽക്കരി, പെട്രോൾ എന്നിവയുടെ അമിത ഉപയോഗവും ഫാക്ടറികളും വായു മലിനീകരണം കൂട്ടുന്നുണ്ട്. ഇത് അന്തരീക്ഷത്തിലെ തെർമോഡൈനാമിക്സ് പ്രക്രിയകളെ മാറ്റിമറിക്കുന്നു. അതായത് നമ്മുടെ കൈകടത്തലൊക്കെ തന്നെ ഈ പ്രകൃതിയും മാറിമറിയുന്നതിനും അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും കാരണമായി മാറിയിട്ടുണ്ട്. നമ്മുടെ കൈകടത്തൽ എവിടെയാണോ അതിൻ്റെ 100 ഇരട്ടി തിരിച്ചടിയാണ് നമുക്ക് പ്രകൃതി തിരിച്ചു നൽകിക്കൊണ്ടിരിക്കുന്നത്. 2018 മുതൽ പരിശോധിച്ചാൽ മതി. കേരളം എല്ലാ വർഷവും പ്രകൃതി ദുരന്തങ്ങളെയും പ്രളയങ്ങളെയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 2018-ലും 2019-ലും ഉണ്ടായ പ്രളയം കൊണ്ടും നമ്മൾ പഠിച്ചില്ല. ഇപ്പോഴും പ്രകൃതിക്ക് കോട്ടം തട്ടുന്ന പ്രവർത്തികളാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. മഴയുടെ ഘടനയെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട്, അതായത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് പോലും ആശങ്കയുണ്ടാക്കുന്ന രീതിയിലാണ് ഈ മഴയുടെ ഘടന മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൃത്യമായി നമുക്ക് മുന്നറിയിപ്പ് നൽകാനുള്ള അതായത് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നതിന് പോലും തടസ്സമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2026-ലും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് വലിയ പ്രളയം തന്നെയാണ്. അതിൻ്റെ കൂടെയാണ് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും കടൽക്ഷോഭങ്ങളും ഒക്കെ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയതും അടിയന്തരവുമായ ഒരു മുന്നറിയിപ്പ് കൂടി പുറത്തു വന്നിരിക്കുകയാണ്. അടുത്ത 3 മണിക്കൂർ കേരളത്തിൽ പലയിടത്തും ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമെന്നാണ് ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട്. കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ അറിയിപ്പ് പ്രകാരം അടുത്ത 3 മണിക്കൂറിനുള്ളിൽ കേരളത്തിലെ 12 ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ്. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഈ കനത്ത മഴ മുന്നറിയിപ്പുള്ളത്. മഴ മാത്രമല്ല, മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റും ഈ ജില്ലകളിൽ വീശിയടിച്ചേക്കാം. ഈ പറയുന്ന 12 ജില്ലകൾ കൂടാതെ കേരളത്തിലെ മറ്റ് ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതായത് ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പുകൾ ഇങ്ങനെ ആവർത്തിച്ച് നൽകുന്നതിലൂടെ വ്യക്തമാകുന്നത്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വിവിധ തീരങ്ങളിൽ അതിശക്തമായ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വില്ലനായി എത്തുന്നത് കള്ളക്കടൽ പ്രതിഭാസമാണ്. ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം കേരളത്തിലെ 4 പ്രധാന ജില്ലകളെ 10-ാം തീയതി വൈകുന്നേരം, അതായത് അടുത്ത ദിവസം വൈകുന്നേരം 5:30 വരെ കടലാക്രമണത്തിന് വലിയ സാധ്യതയുണ്ടെന്നാണ്. 1.2 മുതൽ 1.8 മീറ്റർ വരെ ഉയരമുള്ള ഭീമൻ തിരമാലകളാണ് കരയിലേക്ക് അടിച്ചു കയറാൻ പോകുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും, കൊല്ലം ജില്ലയിലെ ആലപ്പാട്ട് മുതൽ ഇടവ വരെയും, ആലപ്പുഴയിൽ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെയും, തൃശൂർ ജില്ലയിലെ ആറ്റുപുറം മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള തീരദേശങ്ങളിലാണ് പ്രധാനമായും ജാഗ്രത വേണ്ടത്. കൂടാതെ 10-ാം തീയതി ഉച്ചയ്ക്ക് 2:30 വരെ കന്യാകുമാരി തീരത്തും 1.8 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും യാതൊരു കാരണവശാലും കടലിൽ ഇറങ്ങരുത്. കേരളം അടുത്ത കാലത്തായി നേരിട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു വലിയ ഭീതിയാണ് കള്ളക്കടൽ പ്രതിഭാസം. സമുദ്രത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഒരു വേലിയേറ്റമാണ് കള്ളക്കടൽ പ്രതിഭാസം. അപ്രതീക്ഷിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ വേലിയേറ്റത്തിന് കാരണമാകുന്ന പ്രതിഭാസങ്ങൾ അല്ലാതെ മറ്റു ചില കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നു എന്നതാണ്. സാധാരണ വേലിയേറ്റം ഉണ്ടാകുന്നത് കാറ്റിനനുസരിച്ചോ സൂര്യന്റെയും ചന്ദ്രന്റെയും ഗുരുത്വാകർഷണ ഫലമായോ ആണ്. അങ്ങനെ അല്ലാതെ ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ പ്രതിഭാസം. അവിചാരിതമായോ അപ്രതീക്ഷിതമായോ ഉണ്ടാകുന്ന ഈ തിരമാലകൾ സാധാരണ വേലിയേറ്റത്തേക്കാൾ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഒന്നുമില്ലാതെയാണ് ഇത്തരം തിരമാലകൾ ആഞ്ഞടിക്കുന്നത്. കടൽ ശാന്തമാണെന്ന് നമുക്ക് തോന്നും. എന്നാൽ ഇറങ്ങിക്കഴിയുമ്പോഴാണ് ഈ കള്ളക്കടൽ പ്രതിഭാസം നമ്മെ ചുഴറ്റിയെടുത്തുകൊണ്ട് പോകുന്നത്.
സുനാമിയുമായി ഏറെ സാമ്യമുണ്ട് ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്. സമുദ്രോപരിതലത്തിലെ കാലാവസ്ഥാ മാറ്റങ്ങളെ തുടർന്നാണ് ശക്തമായ തിരമാലകൾ ഉണ്ടാകുന്നത്. സുനാമിയുടെ സമയത്ത് ഉണ്ടാകുന്നത് പോലെ തന്നെ സമുദ്രം ഉള്ളിലേക്ക് വലിഞ്ഞ ശേഷം പിന്നീട് തീരത്തേക്ക് അതിശക്തമായി ആഞ്ഞടിക്കുകയാണ് ചെയ്യുന്നത്. കള്ളക്കടൽ പ്രതിഭാസത്തിൽ മഴയോ കാറ്റോ ഒന്നും ഇല്ലാതെ തന്നെ തിരകൾ ഉയർന്നു പൊങ്ങും. അപ്രതീക്ഷിതമായി തിരകൾ അടിച്ചു കയറി തീരത്തെ കവർന്നെടുക്കുന്നതിനാലാണ് തീരദേശവാസികൾ ഈ പ്രതിഭാസത്തെ കള്ളക്കടൽ എന്ന് വിളിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെയും തീരദേശത്ത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി വിതച്ചതും ഈ കള്ളക്കടൽ പ്രതിഭാസമായിരുന്നു. പ്രതിസന്ധികൾ രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ കടലിലേക്ക് ആരും പോകരുത് എന്നുള്ളത് ആവർത്തിച്ചു പറയുകയാണ്. സംസ്ഥാനത്ത് പലയിടത്തായി ഇപ്പോഴും പരക്കെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് ജില്ലകളിലും ഇടത്തരം മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ വടക്കൻ ഒഡീഷയ്ക്ക് മുകളിൽ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതിന്റെ സ്വാധീനമാണ് കേരളത്തിൽ മഴ ശക്തമാകാൻ കാരണം. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായെങ്കിലും കോട്ടയം ജില്ലയിൽ മഴക്കെടുതിയുടെ ദുരിതം തുടരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് കാരണം നിരവധി വീടുകൾ ഇപ്പോഴും താമസയോഗ്യമല്ല. ജില്ലയിൽ 129 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഏകദേശം 12,000 പേരാണ് കഴിയുന്നത്. മീനച്ചിലാറിലെ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പടിഞ്ഞാറൻ മേഖലയിൽ കുമരകം, തിരുവാർപ്പ്, ഐമനം പഞ്ചായത്തുകളിലെ നിരവധി പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളക്കെട്ടിലാണ്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോട്ടയത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രവേശന നിയന്ത്രണം തുടരുകയാണ്. ഇലവീഴ, പൂഞ്ചിറ, ഇല്ലിക്കൽ കല്ല്, മാർമല, അരുവി തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനവും ഈരാറ്റുപേട്ട വാഗമൺ റോഡിലെ രാത്രികാല യാത്രയും ഇന്ന് രാത്രി വരെ നിരോധിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഇടുക്കിയിലും മഴ അതിശക്തമായി പെയ്തിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. എന്നാൽ ഇപ്പോൾ ഒരു നേരിയ ശമനം വന്നിട്ടുണ്ട്. ഇതൊരാശ്വാസമാണ്. അടിമാലിയിൽ നിലവിൽ ചാറ്റൽ മഴ മാത്രമാണ് ലഭിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പിൽ 2 കുടുംബങ്ങളാണ് കഴിയുന്നത്. ചാറ്റുപാറയിൽ വീടുകളിൽ കയറിയ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതേസമയം നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ചൊവ്വാഴ്ച 85-ാം മൈൽ മേഖലയിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ രാത്രിയുണ്ടായ ശക്തമായ മഴയ്ക്ക് രാവിലെയോടെ ശമനമുണ്ടായി. എന്നാൽ മലയോര മേഖലകളിൽ ഒറ്റപ്പെട്ട മഴ തുടരുകയാണ്. കരമന, നെയ്യാർ തുടങ്ങിയ നദികളിലെ ജലനിരപ്പും ഉയർന്നിട്ടുണ്ട്. ഇതിനിടെ മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് കാണാതായ ഷിജിനെയും വിഴിഞ്ഞത്ത് നിന്ന് കാണാതായ ജോണിനെയും കണ്ടെത്താനുള്ള തിരച്ചിൽ പുനരാരംഭിച്ചിരിക്കുകയാണ്. പ്രതികൂല കാലാവസ്ഥയിലും വിവിധ സംഘങ്ങളുടെ നേതൃത്വത്തിൽ തെരച്ചിൽ തുടരുകയാണ്. സംസ്ഥാനത്ത് മഴ തുടരുന്ന സാഹചര്യത്തിൽ മലയോര മേഖലകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.